നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടൂറിസ്റ്റുകളുടെ ഇഷ്ടദ്വീപായ ഈ സാന്റോരിനിയിൽ 200ഓളം ഭൂചലനങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തിയതോടുകൂടി വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കാൻ തീവ്ര ശ്രമവുമായി അധികൃതർ എത്തുകയാണ്. ഭൂചലനങ്ങൾ എല്ലായ്പ്പോഴും ഒരു തലവേദനയായി മാറാറുണ്ട്, പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്നിടത്തും ഒപ്പം അതുപോലെ തന്നെയാണ് ഈ വിദേശികൾക്കും. അതുകൊണ്ട് തന്നെ 1ഓ 2ഓ ആകുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കുമ്പോൾ ഇവിടെ ഒരേ സമയം 200ഓളം ഭൂചലനങ്ങളാണ് ഉണ്ടാകുന്നതും തുടർചലനങ്ങളും ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് പൊതുജനങ്ങൾ. മുൻകരുതലിന്റെ ഭാഗമായി ദ്വീപിലെ സ്കൂളുകളും മറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് ദ്വീപിൽ നിന്ന് അതിവേഗം മടങ്ങാനായി അധിക ഫ്ലൈറ്റ് സർവീസുകളും സാന്റോരിനിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലായിരുന്നു ഗ്രീക്ക് ദ്വീപായ സാന്റോരിനിയിൽ ഭൂകമ്പവും തുടർചലനങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങിയത്. സമുദ്രത്തിനടിയിൽ നിന്ന് 200ലധികം ചലനങ്ങൾ 4 ദിവസത്തിനിടെ രേഖപ്പെടുത്തി. ഈഗൻ കടലിലെ അമോർഡോസ് അതുപോലെ തന്നെ സാന്റോരിനി എന്നീ ദ്വീപുകളിലാണ് ഭൂചലനങ്ങൾ ഉണ്ടായത്. ഇരു ദ്വീപുകളിലും സജീവ അഗ്നിപർവ്വതങ്ങളും ഉണ്ട്. ഇതുവരെ രേഖപ്പെടുത്തിയത് നേരിയ ഭൂചലനങ്ങളാണ്. അതിനാൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഗ്രീസ് ഭരണകൂടം നടപടികൾ കൈക്കൊണ്ടത്. പ്രകമ്പനങ്ങൾ അവസാനിക്കുന്നതുവരെ ജനങ്ങൾക്ക് തങ്ങാൻ താൽക്കാലിക ഷെഡുകളും ടെന്റുകളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര സഹായങ്ങൾക്കായി ഗ്രീസ് സർക്കാർ അയച്ച പ്രത്യേക സംഘം ദ്വീപ് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. ഗ്രീസിലെ സ്വർഗം അതുപോലെ തന്നെ മാന്ത്രിക ദ്വീപ് എന്നിങ്ങനെയൊക്കെയാണ് സാന്റോരിനി ദ്വീപിനെ അറിയപ്പെടുന്നത്. മധുവിധു ആഘോഷിക്കുന്ന ദമ്പതികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഈ ദ്വീപ്. പ്രതിവർഷം 30 ലക്ഷത്തിലധികം പേർ ഇവിടെ എത്താറുമുണ്ട്. പതിവായി ഭൂചലനങ്ങൾ രേഖപ്പെടുത്താറുള്ള മേഖല കൂടിയാണ് ഗ്രീസ്. 2021 ഗ്രീസിലെ ക്രെറ്റയിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതാണ് ഏറ്റവും വലിയ ഭൂചലനം. അന്ന് നിരവധി ആളുകളെ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ താമസ സ്ഥലങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും നിലവിലും ഇത്തരത്തിലുണ്ടാകുന്ന 200 ഭൂചലനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു, തുടർചലനങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഈ തുടരെ ഉണ്ടാകുന്ന ചലനങ്ങൾ വിനോദസഞ്ചാരികളിലടക്കം വലിയ രീതിയിലുള്ള ഭീതിയാണ് പരത്തുന്നത്.